എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആണ്. എല്ലാ ദിവസത്തെയും പോലെയല്ല, എല്ലാ ഞായറാഴ്ചത്തെയും പോലെ തന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റു. എന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുവാണ്. വെച്ചുവിടുന്ന ദേവുടനെ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഫ്രൈഡേയും സാറ്റർഡേയും എല്ലാം സ്കൂളിലേക്കുള്ള ഹോംവർക്കുകളും സ്കൂളിലോട്ടുള്ള വർക്കുകളും അതുപോലെ തന്നെ പഠിക്കാനുള്ളതും ഒക്കെ ചെയ്യുവാണെങ്കിൽ സൺഡേ ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും അവരവരുടെ ജോലിയൊക്കെ തീർത്ത് കേട്ടോ. അതുകൊണ്ട് സൺഡേ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ വെക്കേഷൻ ടൈമിലെ കൊടുക്കുള്ളൂ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്ക് പെയ്യും, ഒന്ന് തോരും, പിന്നെയും പെയ്യും. ഇത് തന്നെ. അതിൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് ഒഴിവലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് വെട്ടി ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കാവേ. എല്ലാം നല്ല വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വറക്കാനും വെക്കണം, പിന്നെ നമുക്ക് പീര വെക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ മെയിന്. അപ്പം ഞാൻ വറക്കാനുള്ളതിൽ പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് എല്ലാം ഒന്ന് അതിൽ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പീര ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് ആ സമയത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് അരപ്പ് പിടിച്ച് കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വറക്കാൻ വേണ്ടിയിട്ട് ഇടുവാണേ. പീരയ്ക്കുള്ള അരപ്പുകളെല്ലാം തന്നെ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മഞ്ഞ കളറിൽ വെക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പിന്നെ മാറ്റിയിട്ട് ചുമല കളറിലേക്ക് മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിന് എരിവ് കുറവാണ്. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ഒക്കെ ഇടുമ്പോഴത്തേനും എരിവില്ലെങ്കിൽ കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിനി പുളിയും ഉപ്പും കൂടെ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മീനൊക്കെ പെറുക്കി ഇതിനകത്തോട്ട് ഇടാം.
സമയത്ത് നമ്മൾ വറുക്കാനിട്ടതൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ മീനയും നമ്മൾ അച്ചാറിനകത്തേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കുറച്ച് സിമ്മിലല്ല, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം വെക്കും. അത് കഴിയുമ്പോഴത്തേന് പിന്നൊന്ന് സ്ലോ ആക്കും. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഉച്ചക്കത്തേനുള്ള വിഭവമാണ്. കുഞ്ഞു മീൻ വറുത്തതുണ്ട്, പിന്നെ പീരയുണ്ട്. പീരയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ തീർന്നേ. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരത്തിന് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. എന്താ പറയുന്നത്, പരിപ്പ് വടയുടെ ആ വലിയ പരിപ്പ് കയ്യിലില്ലായിരുന്നു, സാമ്പാർ പരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അത് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അരച്ചും കുറച്ച് അരയ്ക്കാതെയൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ലാതെ. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയെല്ലാം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ദേവൂട്ടം വന്ന് എന്നോട് ഓരോ ഡൗട്ട് ചോദിക്കുന്ന കേട്ടോ. ഇതിനകത്തൊക്കെ ഇന്നതൊക്കെയാണോ ഇടുന്നത്, എന്തിനാണ് ഇടുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്ക് മനസ്സിലായി, വീഡിയോ എടുക്കുമെന്നൊക്കെ മനസ്സിലായി. എന്നാലും അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന പരിപ്പ് വടയ്ക്ക് എടുക്കാവൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏത് പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ആ വലിയ പരിപ്പ് കൊണ്ട്, വടപ്പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ട്. കനം കുറച്ചിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വേകാണ്ടിരിക്കില്ലേ, ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് എണ്ണയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ 2-3 എണ്ണം വെച്ചിട്ട് ഇടുന്നുള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, ഒരു 3 എണ്ണമൊക്കെ മുങ്ങിക്കിടക്കാനും മാത്രമുള്ള എണ്ണ. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയുടെ ആ കളറോടെ വരുമ്പോഴാണ് പരിപ്പ് വടയ്ക്ക് കറക്റ്റായത് കിട്ടുന്നത്. അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വിച്ചൂട്ടനും ദേവൂട്ടനും വന്നതിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അവർക്ക് കൊടുത്തു തുടങ്ങി. ചൂട്ടൻ അതിനകത്ത് സകല സാധനങ്ങളും പെറുക്കി മാറ്റി വെച്ചിട്ട് പരിപ്പ് മാത്രം ഇരുന്ന് കഴിക്കുക. ദേവൂട്ടൻ പിന്നെ മുളക് മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.